Hey guys, welcome back. Good morning. അപ്പോൾ നമ്മുടെ ഇന്ന് പുത്തൻ വീഡിയോ വന്നിട്ട് ഡേ 2 ആണ് കേട്ടോ. എൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എക്സ്പ്ലോറിങ് പുത്തൻ വീഡിയോ ആണ്. ഞാൻ ഇപ്പോൾ എണീറ്റ് ഉച്ചക്കൊക്കെ സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. നോക്കണ്ടോ 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എണീറ്റ് അപ്പോൾ ഇനി പല്ല് തേക്കുമ്പോൾ കാണാം. പല്ല് തേക്കുമ്പോൾ അവിടെ വെച്ചാൽ കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മുടെ പല്ലൊക്കെ തേച്ച് വന്നു കേട്ടോ. ഇതാ ഒരു ഗ്ലാസ് ചായ ഉണ്ട്. ചായ ചൂടുണ്ട്. കുടിച്ചാൽ നാക്കും ബായൊക്കെ പൊള്ളും. അപ്പോൾ നമ്മൾ ചേച്ചി അവിടെ കടന്നു വന്നാണ്. നമുക്ക് പോയി വിളിക്കാം. എന്നാലേ പാടത്തേക്കും കുളത്തേക്കൊക്കെ നേരത്തെ പോകാൻ പറ്റില്ലേ ചേച്ചി. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ പോയി ഒന്ന് വെറുതെ ഇരുന്ന് ഫ്രഷ് ആയിട്ട് വന്നത്. അവനവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചൂട് ചായ. ഞാൻ കുറച്ച് നേരമൊക്കെ കിടന്നിട്ടാണ് എണീറ്റത്. എനിക്ക് പെട്ടെന്ന് എണീറ്റാൽ എനിക്ക് ശരിയാവില്ല കേട്ടോ. എനിക്ക് പോയിട്ട് പല്ലൊക്കെ ഞാൻ തേച്ചിട്ട് ചായ കുടിക്കാറാകുമ്പോഴത്തേക്ക് വരാം സുഹൃത്തുക്കളെ. ഗൈസ്, ഞാൻ പോയിട്ട് പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിക്കണ സുഹൃത്തുക്കളെ. നല്ല അടിപൊളി ചായ, പക്ഷെ മധുരം ഇച്ചിരി കൂടിപ്പോയി. കുഴപ്പമില്ല. എന്തായാലും ചായ കുടിച്ചിട്ട് വരാം. നമ്മൾ കഴിച്ചോണ്ടിരിക്കട്ടോ. കഴിക്കാൻ ഇഡ്ഡലിയും ചട്നി കേട്ടോ. കഴിച്ചിട്ട് വരാൻ പറയും. കഴിച്ചിട്ട് വരാം നമുക്ക്. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോണേ? പാടത്തേക്ക്. യെസ് ഗൈസ്, അപ്പോൾ നമ്മളിത് വെള്ളം കുടിച്ചിട്ട് ഇനി നേരെ പാടത്തോട്ട് പോകണ സുഹൃത്തുക്കളെ. ഇനി പാടം പോകുന്ന വഴിക്ക് കാണാം. അപ്പൊ നമ്മളെ ഇറങ്ങി കേട്ടോ. ഇതാണ് നമ്മുടെ പാടത്ത് പോകുന്ന വഴി. കുഞ്ഞൊരു വഴിയാണ് സുഹൃത്തുക്കളെ. ഇതുവഴി വണ്ടികളൊന്നും വരില്ല കേട്ടോ. നമ്മൾ നടന്നു തന്നെ പോകണം. നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് വല്ലതൊക്കെ കാണുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. നല്ല വെയിൽ പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ്. ഒടുക്കത്തെ വെയിൽ. അയ്യാ അപ്പം വീണനെ. ഗായ്സ്, ഇവിടെ ഉണ്ടല്ലോ വഴിയൊന്നുമില്ല. നമ്മള് സൂക്ഷിച്ചു പോകണം. പാമ്പൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല വീതി ഉണ്ടായിരുന്നു കേട്ടോ. ഓ, വേലി കെട്ടി കേട്ടോ. അതാണ്. വെറുതെ അല്ല. വഴിയൊക്കെ തീരെ. ഇതാണ് നമ്മുടെ പാട സുഹൃത്തുക്കളെ. നല്ല മാറ്റം. അമ്മാ ഉള്ളു നോക്കിയൊക്കെ നടക്കണോ, ഇല്ലെങ്കിൽ തലയും കുത്തിയതാ കണ്ട. പാടം പൂത്താലും എന്താ അവിടെയൊക്കെ ഇതായി. ഇവിടെ ഒന്നും വഴിയില്ല ഗൈസ്. എന്താണിത്? ഫുള്ള് പുല്ല്. പുല്ലൊക്കെ കേറി കിടക്കാണ്. നമ്മളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല കുറെ വെട്ടുക്കിളിയുടെ ശല്യം ഉണ്ട് കേട്ടോ. എൻ്റെ ഒറിജിനൽ പേര് അറിയണമെങ്കിൽ കമന്റ് ചെയ്യോ. ഓക്കെ, അതാ നല്ല വെട്ടുക്കിളി ഉണ്ട് കേട്ടോ. ഒറിജിനൽ പേര്. അതിന്റെ ശരിക്കത്തെ പേര് വെട്ടുക്കിളി പറഞ്ഞപ്പോ നമ്മൾ പറയുന്ന പേരല്ലേ? അല്ല, അങ്ങനെ തന്നെ എന്റെ പേര്. ഇതിന്റെ പേര് അറിയുന്നവർ ഇതാ ഒരു സമ്മാനം ഉണ്ട്. വേറെ സമ്മാനത്തിനായി കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ. സമ്മാനം ആര് തരും? അമ്മ തരുമോ? കൊടുത്താൽ മതി. അല്ലേ? എന്റെ ശരിക്കും പേര് വെട്ടുക്കിളി നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേര് അറിയണമെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഒരു സമ്മാനം കിട്ടും. നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര്. ചിലവരുടെ നാട്ടിൽ വേറെ വേറെ പേരാണ്. അപ്പം കറക്റ്റ് ആയിട്ട് പറയുന്നവർക്ക് ഒരു സമ്മാനം ഉണ്ടാവും കേട്ടോ. അവരുടെ നമ്പറും താഴെ കൊടുക്കാൻ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാട്ടോ നമ്മുടെ വെട്ടുക്കിളി. ചവിട്ടിക്ക അതിപ്പോ ചാടും. കണ്ട ഇതാണ്. അപ്പൊ നമ്മളിതേ പാടത്തിലെത്തി. എന്താ ഇനി പറയാനുള്ളത്? ഭയങ്കര ചൂട്. ഇവിടെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞു. ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഞണ്ടൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ചെറിയ കുളം പോലെ ഉണ്ട്. മീൻ അപ്പുറത്തൊരു മീനൊക്കെ വളർത്തുന്നത്. അത് അവിടെ ഗൈസ് കണ്ടത്. അവിടെ ഒരു സംഭവം കണ്ടാവും. അവിടെ ഒരു ചെറിയൊരു ഷെഡ്, സ്വിമ്മിങ് പൂള് പോലെ. നമ്മളെ ഫസ്റ്റ് അവിടേക്ക് മീൻ പിടിക്കുമായിരുന്നു. അല്ലായിരുന്നു നമ്മളവിടെ ഫസ്റ്റ് മീനൊക്കെ പിടിക്കുമായിരുന്നു. കറണ്ട് കമ്പിയൊക്കെ വെച്ച് വേലിയൊക്കെ കെട്ടി ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടു ഗൈസ്. അപ്പൊ ഇനി നമ്മള് പാടൊക്കെ കറങ്ങിയിട്ട് പണ്ടൊക്കെ നമുക്ക് ഈ ഒരു പാസേജ് കൂടെ പോയിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടെ ഇത് കൂടെ പോകാൻ പറ്റത്തുള്ളൂ. കൊയ്ത്താണ്. അമ്മ ഒരു ഹായ് കാണിക്കുമ്പോ തിരിഞ്ഞിട്ട്. നമ്മുടെ കുളം കാണിച്ചു തരാട്ടാ. അയ്യോ അമ്മേ പോയി. ഒരു ഇത് ഇലക്ട്രിക് കമ്പി കേട്ടോ. എന്തൊക്കെയോ പട്ടയൊക്കെ കണ്ട.
ഇതിൽ മീനുണ്ട്. നമ്മൾ മുമ്പ് ഇവിടുന്ന് മീനൊക്കെ പിടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇലക്ട്രിക് അതെ കല്ലപ്പം ആഴത്തിന് വേണ്ടിട്ട് ഇപ്പൊ ഒക്കെ മൂടി. ഇതാ പോകുന്ന വഴിക്ക് ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്. ഇത് കൂടെ ഒക്കെ പോകുമ്പോ നമ്മള് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ തലയും കുത്തി. പക്ഷെ നമ്മൾ എപ്പോ വന്നാലും മിസ് ചെയ്യാത്തൊരു സ്ഥലമല്ല ഇനി അത്. പടം 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 പെയ്ത്. ഈ പൂവിന്റെ പേരെന്താ നിങ്ങൾക്ക് അറിയോ ഗൈസ്? കമന്റ് ബിലോ. ഗൈസ് തോടൊക്കെ അടഞ്ഞു കേട്ടോ. ഇവിടെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. വെള്ളമില്ല ഗൈസ്, വെറുതെ ഒരു തോട്. വെള്ളമൊക്കെ പോയി വറ്റി. ഇവിടെ ഫുള്ള് ഈ ഒരു ചെടിയാണ് കണ്ട. നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്. നല്ല വെയിൽ. ഇവിടെ തോട്ടിലൊന്നും വെള്ളമില്ല. നമ്മൾ കുറച്ചായിട്ട് ഇത് കൂടെയൊക്കെ നടന്ന് 1-2 ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇനി നമ്മൾ നേരെ എങ്ങോട്ട് പോകണം? വീട്ടിലേക്ക്. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. നല്ല വെയിലായിട്ടോ. ഒന്നാമത് നമുക്ക് വൈകുന്നേരം അവിടെ ആ വഴി കണ്ടോ ഗൈസ്? അവിടെയാണ് നമ്മുടെ തോട്. തോടല്ലേ തോടോ കനാലോ തോന്നുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചിലപ്പോ വൈകുന്നേരം പോകും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ വിഷ്വൽസും കാണിക്കാം. ഇല്ലെങ്കിൽ നമ്മള് വൈൻഡപ്പ് പറയാം കേട്ടോ. സോ ഗൈസ് അപ്പോൾ ഇനി എന്തായാലും വീടൊക്കെ എത്തിയിട്ട് കാണാൻ സുഹൃത്തുക്കളെ. നല്ല വെയിൽ, വീഡിയോ എടുക്കാൻ പറ്റും. നല്ല വെയിലാണ്. ഫോണിന്റെ ഒക്കെ ചൂടാവും. ഇപ്പൊ തന്നെ ചൂടായി. അപ്പൊ എന്തായാലും ഇനി വീടൊക്കെ എത്തിയിട്ട് കാണാം. ഇപ്പോഴും പടി. അപ്പൊ നമ്മള് പാടത്തൊക്കെ പോയി തിരിച്ചു തന്നില്ല ഇനിയാ ചൂട്. അപ്പം ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. സോ ഇനി അടുത്ത പാർട്ട് വരെ നമ്മള് തിരിച്ചു വീട്ടിൽ പോകുന്നതായിരിക്കില്ലേ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഇതുപോലെ വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ. അപ്പൊ ഗൈസ് ഇനി കുറച്ച് എൻ്റെ അനിയൻ്റെ ക്യൂട്ട് പാടം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് വാട്ടോ. പാടം പൂത്ത കാലം